കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. ഇതിലൊരു കാര്യം ഉറപ്പാ ഡോക്ടർ, അന്വേഷിച്ചു വന്ന 2 പേർക്കും കൃഷ്ണയുമായിട്ട് ബന്ധമുണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. പിന്നെ അവരുടെ ലക്ഷ്യങ്ങളും. ഒരു പക്ഷേ മൂന്നാമതൊരു അവകാശി വന്നെന്നും വരാം. എത്രയായി? 50 രൂപ. സാറേ ബാക്കി. ഞാൻ ആ അപകടത്തിൽപ്പെട്ട പെൺകുട്ടി ഒന്ന് കാണാൻ വന്നതാ. നിങ്ങളുടെ പേരെന്താ? ഗിരി. ഇരിക്കും, ഞാൻ ഡോക്ടറോടൊന്ന് ചോദിക്കട്ടെ. ഹലോ ഡോക്ടർ. ഓക്കെ, എന്നാ അങ്ങനെ ചെയ്യാം. ഇപ്പൊ കാണാൻ പറ്റില്ല, അവൾക്ക് ബോധം തെളിഞ്ഞിട്ടില്ല. മാഡം, എനിക്ക് അവരൊന്ന് കണ്ടാ മതി. ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടർ പറയാതെ കാണാൻ പറ്റില്ല. പ്ലീസ് മാഡം, എനിക്കൊന്ന് കണ്ടേ പറ്റൂ, പ്ലീസ്. പുറത്തു നിന്നുള്ള ആരെയും ആ പെൺകുട്ടിയെ കാണാൻ ഇതുവരെ അനുവദിച്ചിട്ടില്ല. പക്ഷെ മാഡം, കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എന്താ, ആരാ ഇത്? അപകടത്തിൽപ്പെട്ട ആ പെണ്ണിനെ അന്വേഷിച്ചു വന്നതാ. ആ പെണ്ണ് നിന്റെ ആരാ? എന്റെ കുഞ്ഞിന്റെ അമ്മയാണ് സർ അവൾ. ഒരുത്തൻ കെട്ടാൻ തീരുമാനിച്ചു, വേറൊരുത്തൻ 1.5 കൊല്ലം മുമ്പ് കെട്ടി. തോമസേ, ഇപ്പൊ എന്താ യവൻ പറയുന്നു യവന്റെ കുഞ്ഞിന്റെ അമ്മയാണെന്ന്? ഏതാണോ നമ്മൾ വിശ്വസിക്കണ്ടേ? സത്യമാണ് സർ, അവൾ എന്റെ കുഞ്ഞിന്റെ അമ്മ തന്നെയാ. എന്റെ കുഞ്ഞ് എവിടെയാണ് സർ? കുഞ്ഞോ? എടോ തോമസേ, കേട്ടോടോ, അവളുടെ കയ്യിൽ കൊച്ചുണ്ടായിരുന്നു. സത്യമാണോടോ? കുഞ്ഞിന്റെ കാര്യം അറിയില്ല സാർ. റെയിൽവേ ട്രാക്കിൽ വെച്ച് നാട്ടുകാർ അവളെ കാണുമ്പോൾ അവളുടെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നില്ല. പിന്നെ എന്റെ കുഞ്ഞ് എവിടെ പോയി സർ? നിന്റെ പേരെന്താന്ന് പറഞ്ഞ? ഗിരി. അവള് നിന്റെ കുഞ്ഞിന്റെ അമ്മയാണെന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോടെ? ഉണ്ട് സർ. എടുക്ക. നോക്കടോ തോമസേ. സാർ, ഇത് അവളെ തന്നെ. അപ്പൊ പിന്നെ ഇവളുടെ പേരെന്താ? ഗംഗ. തനിക്ക് തെറ്റി.
ഇവിടെ കിടക്കുന്നത് ഗംഗയല്ല, കൃഷ്ണയാ. കൃഷ്ണ, ദേവിക ടീച്ചറുടെ മകൾ കൃഷ്ണ. അല്ല സർ, ഇത് ഗംഗയാണ്, എന്റെ കുഞ്ഞിന്റെ അമ്മ. എടോ, ഇത് ദേവിക ടീച്ചറുടെ മകൾ കൃഷ്ണയാടോ, തനിക്ക് തെറ്റിയതാ. ഇത് ദേവകി ടീച്ചറിന്റെ മകൾ കൃഷ്ണയല്ല സർ, മുല്ലമുറ്റത്ത് മാധവൻ മാഷിന്റെ മകൾ ഗംഗയാ, എന്റെ ഗംഗ. ഇറങ്ങി വാടോ. സാർ ഇങ്ങോട്ട് ഇറങ്ങ. കൊണ്ടുവാ. ശരി സാർ, നടക്കടോ. എടോ തോമസേ, സാർ. താൻ പൊക്കോ. ആ എനിക്ക് അവനോട് ഇച്ചിരി രഹസ്യം പറയാനുണ്ട്. സാർ, അപ്പോ നീയാണ് ഇരി. നിന്നെ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. നിനക്കെന്നെ ഓർമ്മയുണ്ടോ? മനസ്സിലായില്ല അല്ലേ? പറഞ്ഞുതരാ. ഞാൻ ബാഹുലേ, നീ ഈ പറഞ്ഞ മുല്ലമുറ്റത്ത് മാധവൻ മാസ്റ്ററുടെ മൂത്ത മോളെ എൻ്റെ മരുമോളാ. എന്ന് വെച്ചാ എൻ്റെ മകൻ രമേശന്റെ ഭാര്യ. മനസ്സിലായോടാ പന്ന? സർ, നീ കാരണം തകർന്നു പോയൊരു കുടുംബമാത്. ഓർമ്മയുണ്ടോടാ നിനക്ക്? അന്നു മുതൽ തേടി നടന്നതാ ഈ ബാഹുലേൻ നിന്നെ. ഇന്ന് നിന്നെ കൊണ്ട് എല്ലാത്തിനും മറുപടി ഞാൻ പറയിപ്പിക്കും. മനസ്സിലായോടാ കള്ളം? യെസ് മാഡം. ഓ ബാഹുലേനാന്നേ. ഞാൻ ഇപ്പൊ തന്നെ വരാം മാഡം. ഓ ഓ ആയിക്കോട്ടെ. തോമസേ. സാർ. സാർ. തോമസേ, യവനെ ഒന്ന് സൂക്ഷിച്ചു വെച്ചോ, ഞാനിപ്പോ വരാം. സാർ. സാർ എത്തിയോ? മാഡം എവിടെ? മാഡോ അകത്തുണ്ട്, വരൂ. സാറിരിക്കേ, മാഡം ഇപ്പോൾ വരും. ആ പെണ്ണിന് എങ്ങനെയുണ്ട് സാർ? ബോധമില്ലാത്ത കണ്ടീഷനില്ല അവളിപ്പോ. അത് പോരല്ലോ ബാഹുലേൻ സാറേ. എന്താ ബാഹുലേൻ സാറേ, സുഖം തന്നെയല്ലേ? സുഖമാണ് മാഡം. പക്ഷേ കേൾക്കുന്ന വാർത്തകൾ അത്ര സുഖകരമല്ലല്ലോ, അല്ലേ? താങ്ക് യു. ആ പെണ്ണ് ഗംഗ തന്നെയാണെന്ന് ഉറപ്പല്ലേ? അതെ മാഡം. ആദ്യം നന്ദഗോപൻ ആ കല്യാണക്കുറി എനിക്ക് തന്ന നിമിഷത്തിൽ തന്നെ ഞാൻ ഉറപ്പിച്ചു അത് ഗംഗ തന്നെയാണെന്ന്. പക്ഷെ അയാള് പറഞ്ഞത് കൃഷ്ണ എന്നല്ലേ? അതെ മാഡം. പിന്നാലെ വന്ന ജയന്തിയും കൃഷ്ണ എന്നാ പറഞ്ഞ. പക്ഷെ എന്റെ സംശയം ഉറപ്പിച്ചത് അവൻ വന്നപ്പോഴാ. ആ ഗിരി അവൻ പറഞ്ഞ പേര് ഗംഗയെന്നാണ്. ഇത്രയും നാളും കൃഷ്ണ എന്ന പേരിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുകയായിരുന്നു അവൾ. ഓരോന്നിനും ഓരോ സമയമുണ്ട് ബാഹുലയ. ജനിക്കാനൊരു സമയം, മരിക്കാനൊരു സമയം. അവളുടെ സമയം ഇപ്പോഴാ വന്നത്. മാഡം പറയുന്നത്? അവളിനി കണ്ണു തുറക്കാൻ പാടില്ല ഒരിക്കലും. അതെ മാഡം. അവൾ ഉണർന്നാൽ നമുക്കാകെ കുഴപ്പമാണ്. കുഴപ്പങ്ങളെല്ലാം ഇതോടെ അവസാനിക്കും ബാഹുലയ. എന്നേക്കുമായി അവൾ അവസാനിക്കണം.
ജീവനോടെ അവൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോവരുത്. മാഡത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിന് പറ്റിയവരെയാണ് ഞാനിവിടെ ഡ്യൂട്ടിക്ക് ഇട്ടിരിക്കുന്നത്. തന്റെ പോലീസിന്റെ സഹായമൊന്നും എനിക്ക് ഇക്കാര്യത്തിൽ വേണ്ട. അതിന് പറ്റിയ വേറെ ആള് എന്റെ കയ്യിലുണ്ട്. അതാരാ മാഡം? അതൊക്കെ ഉണ്ട്. ഒരു കുഞ്ഞു പോലും അറിയാതെ ആള് ഹോസ്പിറ്റലിലെത്തും. ഒരു പൂവ് നുള്ളി എടുക്കുന്നത് പോലെ അവളുടെ ജീവൻ എടുക്കും. തന്റെ പോലീസുകാര് അവിടെ നിന്നൊന്നും മാറിയാ മതി. അത് ഞാൻ ഏറ്റു മാഡം. ആരാ മാഡം ഉദ്ദേശിക്കുന്ന ആൾ? ശങ്കർ. ശങ്കറോ? നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പാഷാണം ശങ്കർ. പാഷാണം ശങ്കർ? അതിനവൻ ജയിലല്ലേ മാഡം? ജയിലിന്റെ കവാടം അടയ്ക്കാൻ മാത്രമല്ല തുറക്കാനുമുള്ളതാണെന്ന് അറിയില്ലേ? ഞാൻ ശങ്കറിനെ ജയിലിൽ നിന്ന് ഇറക്കി. അവനിപ്പോ ഇവിടെയുണ്ട്. ഗംഗയുടെ കാര്യം ഇനി അവൻ നോക്കിക്കൊള്ളും. ശങ്കർ, ഗുഡ് മോർണിംഗ് സർ. നിന്നെ ഞാൻ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, അതായത് സർപ്രൈസ് മുന്നിലേക്ക് ഇട്ടു തരിക, അതെന്റെ ഒരു സ്റ്റൈലാണെന്ന് ബാഹുലേൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലേ? മാഡം വിളിച്ചു, ഞാൻ വന്നു. വിളിച്ചാൽ വെളിപ്പുറത്തെത്തും. അതാണ് സാർ ശങ്കർ. കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട അകത്തായിട്ട് ഒരു കൊല്ലം കഴിയുന്നതിന് മുമ്പ് എങ്ങനെയെന്ന് അതാലോചിച്ച് ബാഹുലേൻ തല പൊകിക്കണ്ട. ഞാൻ വിചാരിച്ചാൽ പല അത്ഭുതങ്ങളും സംഭവിക്കും. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ശങ്കറിനെ മാഡം സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. മീഡിയ വിവാദമാക്കിയ കേസിലെ പ്രതിയാണവൻ. മാഡം അതങ്ങനെ ചെയ്യൂ എന്നെനിക്കറിയാം. നമുക്ക് വേണ്ടത് ഇന്നത്തെ രാത്രിയോടെ അവളുടെ ശല്യം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്, എന്നേക്കുമായി. നാളെ നേരം വെളുക്കുമ്പോൾ അവൾ ജീവനോടെ ഈ ഭൂമുഖത്തുണ്ടാകാൻ പാടില്ല. അതെനിക്ക് വിടണം സാർ. മാഡം, പാർട്ടിയുടെ പേരെന്താ? ഗംഗ. ഗംഗ കൊള്ളാം, നല്ല പേര്. സാർ, ഇന്നത്തെ രാത്രിയോടെ ഈ ഗംഗയുടെ ഒഴുക്ക് നിലയ്ക്കും, ഉറപ്പ്. രാത്രി ഇനി ഉണരാനുള്ള ചാൻസ് ഒന്നുമില്ല. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ശരി ഡോക്ടർ. ഞാൻ കാഷ്വാലിറ്റിയിലുണ്ടാവും. ഓക്കെ. എന്താ സാർ ഇത്? എന്താടാ? ഐസുവിന്റെ ഫ്രണ്ടിൽ ഒരു പോലീസുകാരൻ കുറ്റിയടിച്ചിരിപ്പുണ്ടല്ലോ. ഒരു നിമിഷം. ഓക്കെ സാർ. തീപ്പെട്ടിയുണ്ടോ? ഏയ്, ലൈറ്റർ? ഇല്ല സാറേ. അയ്യോ.
ഡോക്ടർ, ഇതിനകത്ത് ആരോ കയറി. ആരാണെന്ന് കണ്ടോ? ആരാന്നറിയില്ല. ഒന്ന് പോയി നോക്കണം. കമോൺ. ഹലോ. യെസ് മാഡം. എപ്പോ? ഓക്കെ മാഡം, ഞാൻ ഇപ്പൊ തന്നെ പോകാം. എടോ തോമസേ. സാർ എന്തോ സാർ? എടോ ആ പെണ്ണിന് ബോധം തെളിഞ്ഞെന്ന്. എപ്പോ സാർ? 5 മിനിറ്റേ ആയുള്ളൂ. മാഡത്തിനെ ഡോക്ടർ വിളിച്ച് പറഞ്ഞതാ. എന്തായാലും താൻ വാ, നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. കൃഷ്ണ, കൃഷ്ണ, ആരാ കൃഷ്ണയെ കൊല്ലാൻ ശ്രമിച്ചത്? കൃഷ്ണ, കൃഷ്ണയെ കൊല്ലാൻ ശ്രമിച്ചത് ആരാ? പറയൂ കൃഷ്ണ. പോവാം സാർ.